ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഈവനിങ് വ്ളോഗിടെ അധികമൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ വലിയ സാധനങ്ങളൊന്നും കടയിൽ നിന്ന് മേടിക്കാനുണ്ടായില്ല. പിന്നെ ഇന്നലെ ഇച്ചിരി മാമ്പഴം കൊണ്ടുവന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു തൈര് മാത്രമേ മേടിക്കാനുണ്ടായുള്ളൂ. വന്നപാടെ തൈര് ഉപയോഗിച്ച് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൊണ്ട് കേട്ടോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിലും കുറേ മീനുകളൊക്കെ ഒരത്തിലിടാൻ മേടിച്ചായിരുന്നല്ലോ, അതൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയിട്ട് ഈ പോണ മീനാട്ടോ ഗോൾഡൻ ഫിഷ് എന്ന് പറയുന്നത്. അതിൻ്റെ വയറൊക്കെ വീർത്തിരിക്കേണ്ട ഒരുപാട് തീറ്റ ഫീഡ് ചെയ്യണ ഒരു മീനാട്ടോ അത്. അതിന് നമ്മൾ എന്തൊരു തീറ്റ കൊടുത്താലും അത് കഴിക്കും കേട്ടോ. പക്ഷേ അത് അധികം തീറ്റ കൊടുക്കണം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം അതിന് വേണ്ട തീറ്റ മാത്രമായിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ ഈ പിങ്ക് നിറത്തിൽ വന്ന മീനില്ലേ, അതാണ് ടെക്ട്ര എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഓറഞ്ചും ഒരു പച്ചയുണ്ട് കേട്ടോ. അതിനധികം തീറ്റ വേണ്ട. പിന്നെ ഉള്ളതാണ് ഗൗരാമി എന്ന് പറഞ്ഞ മീൻ അന്ന് മേടിച്ചത്. അതിന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. പിന്നെ മീനുകൾക്കൊക്കെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം ആക്റ്റീവാണ് കേട്ടോ. അത് പിന്നെ അരുണിൻ്റെ ഒരു കഴിവും കൂടി കേട്ടോ. അവൻ വന്ന പാടെ തന്നെ എല്ലാം നല്ല ക്ലീനാക്കും, വെള്ളമൊക്കെ ക്ലീനാക്കും, അതിന് ആവശ്യത്തിനുള്ള തീറ്റയും കൊടുക്കും. അതുപോലെ തന്നെ അതിനെ ഫിൽറ്റർ ഉപയോഗിച്ച് വെള്ളം ക്ലീൻ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും നല്ല നോർമലായിട്ട് ചെയ്യണതുകൊണ്ട് മീനുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നമ്മളൊരു മീൻ അക്വേറിയത്തിലിടാൻ മേടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പരിചരിച്ചാൽ മാത്രമാണ് കേട്ടോ അതിന് ജീവനോടെ നിൽക്കുകയുള്ളൂ. അരുൺ അതിനനുസരിച്ച് എല്ലാം ചെയ്യണ കാരണം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മേടിച്ച മീനുകൾക്ക് യാതൊരു കുഴപ്പവും ഇതുവരെ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ 3 മീനുകൾ ഒരുമിച്ചാട്ടോ ഇട്ടേക്കണം അക്വേറിയത്തിൽ.